ഗുരുഭ്യോ നമഃ. അപ്പം ഇന്ന് നമ്മൾ മീനം നേരത്തെ പോലുള്ളതിൻ്റെ ആ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ലഗ്നക്കാർക്ക് മീനലഗ്നത്തിനാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ മകരം കുംഭം വരെ കഴിഞ്ഞു, മേടം മുതൽ. അപ്പോൾ നമ്മൾ ഓരോ രാശികൾക്കുള്ള ശുഭന്മാർ, പാവന്മാർ, യോഗകാരകന്മാർ, മാരകന്മാർ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയണത്. അപ്പോൾ നമ്മളിത് അറിയാനായിട്ട് നിങ്ങൾ ഏത് ലഗ്നാന്നറിയാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്. ആ ചാർട്ടിനകത്ത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ മീനം വരെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ജാതകവും തലക്കുരും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഈ ലാ എന്ന് എഴുതിയേക്കണം. ഇതിനകത്ത് ഏത് രാശിയിലാന്ന് നോക്കണം. മീനത്തിലാണോ, മേടത്തിലാണോ, ഇടവത്തിലാണോ, മിഥുനത്തിലാണോ, അങ്ങനെ നോക്കിയിട്ട് അതായിരിക്കും നിങ്ങളുടെ ലഗ്നം. മനസ്സിലായില്ലേ? അപ്പോൾ മീനലഗ്നത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മീനലഗ്നത്തിന് ആരൊക്കെയാ പാവന്മാര്, ആരൊക്കെയാ ശുഭന്മാര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. ഇപ്പോൾ മീനത്തിന് ആദിത്യൻ, രവി, ആദിത്യൻ, ശുക്രൻ, ബുധൻ, രവി, അതാണ് ശനി. ഇവരൊക്കെ, അതായത് ശനി, ശുക്രൻ, ബുധൻ, രവി, ഇത്രയും ആൾക്കാർ പാവന്മാരാണ്. ആരൊക്കെ? ശനി, ശുക്രൻ, ബുധൻ, രവി, ഇവരൊക്കെ പാവന്മാരാണ്. അപ്പോൾ ഇവരുടെ ദശകൾ അവർക്കൊക്കെ അത്ര നല്ല സുഖമായിരിക്കില്ല. പിന്നെ ഇവർ നിൽക്കണ അനുസരിച്ച് ഇവരെ കൂടെ ആരാതൊക്കെ അങ്ങനെ. അപ്പം ഈ ദശകൾ വരുമ്പോൾ അത് ശുഭമല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടാവും, എങ്ങനെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ തലക്കുറി ഈ ജാതകം ഉണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ആ സമയത്ത് ചെയ്യണം സുഖമായിട്ട് പോകാനായിട്ടെന്നുള്ളത് പറഞ്ഞുതരും. പിന്നെ ചൊവ്വയും ചന്ദ്രനും ഈ മീനലഗ്നത്തിന് ശുഭന്മാരാണ്. ചൊവ്വയും ചന്ദ്രനും മീനലഗ്നത്തിന് ശുഭന്മാരാണ്. അവരുടെ ദശ നല്ല നല്ല ഇതായിരിക്കും, നന്നായിരിക്കും, നല്ല കാര്യങ്ങളായിരിക്കും, എല്ലാ കാര്യങ്ങളും നടക്കും, നല്ല ഇതൊക്കെ ആയിരിക്കും. പിന്നെ വ്യാഴം ലഗ്നാധിപനാണ്. ലഗ്നാധിപൻ്റെ ദശ എപ്പോഴും നല്ലതായിരിക്കും. ലഗ്നാധിപൻ്റെ ദോഷം കുഴപ്പമില്ല. അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ, അതിന് ഇപ്പോൾ കേന്ദ്രാധിപത്യ ദോഷം ഉള്ളതായതുകൊണ്ട് കാര്യങ്ങൾ നടക്കാൻ കുറച്ച് താമസിക്കും. എങ്കിലും വ്യാഴത്തിൻ്റെ ദശ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാ ലഗ്നക്കാരുടെയും ശുഭനും പാവനും എല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിനകത്തുള്ള ഇതെന്ന് വെച്ചാൽ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവസാന വാക്കല്ല. അതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാനുള്ള സാധ്യതകളുടെ ഒരു ശാസ്ത്രമാണ്, സയൻസ് ഓഫ് ടെൻഡൻസീസ്. അപ്പം നിങ്ങളുടെ ഒരു വഴി നമ്മൾ പറഞ്ഞിട്ട് പറയാണ്, ഇതാണ് സ്കെച്ച്, ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി ഇതാണ്. പക്ഷെ ആ വഴി പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അപ്പം അത് ഒന്ന് സൂക്ഷിച്ചോളണം എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പം ഈ ജാതകത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ യാത്രകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓരോ ജാതകത്തിൽ അത് നമ്മൾ ജാതകം എഴുതണമെങ്കിൽ അതിനകത്ത് പ്രതിവിധികൾ തന്നെ പറഞ്ഞാണ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണമെന്ന്. അപ്പം അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കാനും എല്ലാത്തിനുമുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർക്കാർ ജോലിക്കുള്ള യോഗമുള്ള ഒരു ജാതകമാണ്. നമ്മൾ ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സാധ്യതകളാണ്. അപ്പം നമുക്ക് നല്ല വശങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുകയും നമുക്ക് പറ്റാത്ത വശങ്ങൾ, കൊള്ളില്ലാത്ത അതിനെ തിരസ്കരിക്കാൻ, വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മനോഭാവം വേണം. അപ്പോൾ എനിക്ക് ഇന്നെ പോലെ ദുരിതങ്ങൾ വരാൻ പോകണം. അപ്പോൾ അതിനെ തരണം ചെയ്യാനും അതിനും വേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും. അതാണ് ഇനി നമ്മൾ അടുത്ത ഇതുപോലെ പറയാൻ പോണത്. ഇപ്പം ക്ഷേത്ര ദർശനം എങ്ങനെ നടത്തണം, ഇപ്പം അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെ പോകണം, അമ്പലത്തിൻ്റെ പ്രാധാന്യം എന്താ, എങ്ങനെയൊക്കെ അവിടെ പോകേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രദക്ഷിണ വിധി, എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം, പിന്നെ വഴിപാടുകളുടെ ശാസ്ത്രീയത എന്താ, വഴിപാടുകളുടെ അതുപോലെ കാണിക്ക ഭണ്ഡാരത്തിൽ ഇടണത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത ഇതുപോലെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.